जाए सारा जहां, come to me, हम बना ले अपनी नई जगह, come to me. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ടു ഇസഡ് ടിപ്സ്. എല്ലാവരും ട്രൗസർ കട്ടിങ് വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ സിബ് അറ്റാച്ച് ചെയ്യണതാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് പണിയുള്ള പാടാണ്, എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ഉള്ളതുമാണ്. ഞാനൊരു ഈസി മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടമായാൽ. ഓക്കെ, ഇവിടെ ഞാൻ തയ്ച്ചിട്ടേക്കുന്നതാണ് ഈ സിബ്ബർ, ഫ്ലൈ സിബ്ബർ എന്നാണ് ഇതിനെ പറയണത്, ട്രൗസറിനൊക്കെ യൂസ് ചെയ്യണത്. ഇവിടെ ഞാൻ ഒരു മെറ്റീരിയലിൽ കാണിക്കുകയാണ്. ഫ്രണ്ടിലത്തെ ക്രോച്ച് ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ 1.5 നമ്മൾ ക്രോച്ച് അടയാളപ്പെടുത്തിയായിരുന്നു, ക്രോച്ചിൻ്റെ ഷേപ്പിങ്ങിന് അടയാളപ്പെടുത്തിയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്യുക, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിബ്ബാണ് ഞാൻ വയ്ക്കുന്നത്. ഇനി 2 സ്ട്രിപ്പ് ആവശ്യമുണ്ട്, 2 പട്ട ആവശ്യമുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ 3 ഇഞ്ച് വിട്ടും 8 ഇഞ്ച് ഹൈറ്റും ലെങ്ത്തും ഉള്ളതാണ് ഇതിന്. 3 ഇഞ്ച് വിട്ടും 8 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു 2 സ്ട്രിപ്പ്, ഒരേപോലത്തെ സ്ട്രിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതാണ് സിബിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. ആ മാർക്ക് ചെയ്ത് വെക്കണ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സിബിന് വേണ്ടിയിട്ട് ക്രോച്ചിൻ്റെ അവിടെ കുറച്ച് ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എവിടെ അടിച്ചാലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടി തിരിച്ചിട്ടൊന്ന് അടിക്കുക. ഇനി ഞാൻ ചെയ്യണത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ സിബ് ഒന്ന് വലിച്ചിട്ട് 2ആയിട്ട് മാറ്റുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വരണ സിബ് മറിച്ചിട്ടിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരണ സിബ് മറിച്ചിട്ടിട്ട് ക്രോച്ചിൻ്റെ, അതായത് റൈറ്റ് സൈഡിലാണ് ഞാൻ വയ്ക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രിപ്പ്, ഒരു പട്ട എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അരികത്തോട് ചേർന്നിട്ടാണ് ഞാൻ അടിക്കുന്നത്. നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിലാണ് ഞാൻ ചെയ്യണത്. ട്രൗസറിൻ്റെ റൈറ്റ് സൈഡിൽ സിബ് 2ആയിട്ട് മുറിച്ചിട്ട് ചെയ്യണതാണ്. മറിച്ചിടണം. ലെഫ്റ്റ് സിബാണ് ഞാനിവിടെ മറിച്ചിട്ട് ചെയ്യണത്. ഇനി അവിടെ വന്നു കഴിയുമ്പോൾ ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്യുക. നമ്മുടെ ക്രോച്ചിൻ്റെ അവിടെ നേരത്തെ അടിച്ച സ്റ്റിച്ചിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ലോക്കിട്ട് കട്ട് ചെയ്യാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് ഇപ്പോൾ സിബ് വരണത്. ഇനി ഏകദേശം ഒരു 3/4 ഇഞ്ചോളം മടക്കണം. ഓക്കെ, 3/4 ഇഞ്ചോളം, 3/4 അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം മടക്കിയിട്ട് ഇങ്ങനെ മടക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ്. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. 2 സ്ട്രിപ്പിൻ്റെയും അരികൊന്ന് അടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അരികൊന്ന് അടിച്ചു കൊടുക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 3/4 ഇഞ്ചോളം നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇവിടുത്തെ ഈ സിബിൻ്റെ അരികത്ത് കൂടി ഇങ്ങനെ അടിക്കുകയാണ്. സിബിൻ്റെ അരികത്ത് കൂടി അടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ലോക്കിട്ട് നിർത്തിയ സ്ഥലം വരെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗത്ത് സിബിൻ്റെ പണി കഴിഞ്ഞ്. ഇനി നമുക്ക് നെക്സ്റ്റ് സിബിൻ്റെ പണിയാണ് അടുത്തത് വരുന്നത്. അതും ഇതേപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്.
ഇനി നെക്സ്റ്റ് ഭാഗം അടിക്കാനായിട്ട് ഞാൻ അതിന് മുമ്പ് നമുക്കിത് ഇവിടെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു നോച്ച് ഇട്ട് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അപ്പുറത്തൊന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത സ്ട്രിപ്പ് എടുത്തിട്ട് അടുത്ത പട്ട എടുത്തിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ രണ്ടിനെ റൈറ്റ് സൈഡിൽ നിന്ന് ഞാനിവിടെ അടിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിൻ്റെയും അരിക് അടിക്കണതായിരിക്കും ആദ്യം തന്നെ അടിക്കണതായിരിക്കും നല്ലത്. രണ്ട് പട്ടയുടെയും അരിക് നമുക്കൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് നമുക്ക് അടിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത് അടിക്കാതെ ചെയ്യുമ്പോൾ ഇവിടെയും പിടിക്കണം, അപ്പുറത്തും കറക്റ്റാക്കി നോക്കണം. അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ ചെയ്യണത് തന്നെയാണ്. ഞാൻ ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് നേരത്തെ അടിച്ച പോലെ, നേരത്തെ സിബ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ സിബില്ല, ഇങ്ങനെ അടിക്കുകയാണ്. നമ്മൾ നേരത്തെ ലോക്കിട്ട് ചെയ്തില്ലേ, നേരത്തെ അടിച്ച ഭാഗം വരുമ്പോൾ ലോക്കിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തേക്ക് ഒന്ന് ടേൺ ചെയ്യുമ്പോൾ ഒന്ന് വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പട്ടയുടെ അവിടെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കണം. ഈ ഭാഗത്തൊന്ന് പതിച്ചടിക്കണം. ഇത് വന്നു കഴിയുമ്പോൾ ഇതേപോലെ വരും. അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റിപ്പ് അടിച്ച് കഴിയുമ്പോൾ ഞാനിവിടെ സിബ് അറ്റാച്ച് ചെയ്യണത് ആ സ്ട്രിപ്പിൻ്റെ സ്ട്രിപ്പിൻ്റെ അടിയിൽ മാത്രമാണ്, ട്രൗസറിൻ്റെ കൂടെ അല്ല. സ്ട്രിപ്പുമ്മ മാത്രമാണ്, അതായത് ആ പട്ടയമ്മ മാത്രമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുള്ളൂ. അതിൻ്റെ അടിയിലുള്ള ട്രൗസർമ വരില്ല സ്റ്റിച്ച്. ഇങ്ങനെ മറിക്കണം, ഇങ്ങനെ ഇട്ട് അടിക്കണം, ഈ കാണിക്കണ പോലെ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പുമ്മ മാത്രമേ നമ്മൾ അടിക്കാവുള്ളൂ. പട്ട മാറ്റി വയ്ക്കണം, ട്രൗസർ മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ആ വരച്ച ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിബിൻ്റെ സൈഡിൽ കൂടെ തന്നെ അടിച്ചു കൊടുക്കണം. അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പട്ടേമ മാത്രമേ അടിക്കാവുള്ളൂ, ട്രൗസർമേ അല്ല ഞാൻ അടിക്കുന്നത്. പട്ടേമ മാത്രമാണ് അടിക്കുന്നത്. അടിക്കേണ്ട വശമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി നമ്മുടെ സിബിൻ്റെ രണ്ട് വശവും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ മേളിൽ കൂടെ ഒന്ന് പതിച്ചടിക്കുകയാണ്. സിബിൻ്റെ ട്രൗസറിൻ്റെയും സ്ട്രിപ്പിൻ്റെയും നമ്മൾ നേരത്തെ അടിച്ച ആ ഭാഗത്തൊന്ന് പതിച്ചടിക്കുകയാണ്. ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിട്ടിരിക്കും. അപ്പോൾ അതിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ പതിച്ചടിച്ചതാണിത്, കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ രണ്ട് സിബും കൂടി ഒന്ന് ജോയിൻ ആക്കണം, അതായത് രണ്ടും ഒന്ന് നല്ലോണം ഒന്ന് ജോയിൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാണ്. അതിന് മുന്നേ നമ്മൾ സിബ് എടുത്തിട്ട് പുറത്തേക്ക് ആക്കണം. നമ്മുടെ സിബ് താഴേക്ക് അടിക്കുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ആക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ച് പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഏകദേശം ഈ സെൻറ്റർ താഴേന്ന് തുടങ്ങിയാണ് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട്, അതായത് നമ്മൾ കുർത്തയുടെയൊക്കെ ഇത് അടിക്കണ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. സിബ് കണ്ടോ, സിബ് അടിയിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിബ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വേണം പിന്നെ അവിടുന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട്, മുകളിൽ നിന്ന് ഏകദേശം നമ്മൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് അടിച്ചില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് അടിക്കണം.
1/2 ഇഞ്ച് മുകളിൽ. അപ്പോൾ 2 സിബും കൂടി ജോയിൻ ആവും. ഇനി ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് അടിക്കുകയും വേണം. സിബിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത്, അതേസമയം അപ്പുറത്ത് കറക്റ്റാക്കി പിടിക്കുകയും വേണം. ഷേപ്പ് ചെയ്ത് നമ്മളൊന്ന് അടിക്കണം. ഒറ്റ സ്റ്റിച്ചേ പാടുള്ളൂ. അപ്പോൾ ട്രൗസർ സിബ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്ഷനായിട്ട് വന്നിട്ടുണ്ട് സിബ്. ഇത് ഞാൻ വേറൊരു മെറ്റീരിയൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഞാൻ നേരത്തെ അടിച്ച ട്രൗസറിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ശരിയായില്ല. വീഡിയോയിൽ നല്ലോണം ക്യാച്ച് ചെയ്ത് വന്നില്ല. അത് കാരണം കൊണ്ട് രണ്ടാമത് വേറൊരു ഫാബ്രിക്കിൽ ഞാൻ ചെയ്തതാണ്. അടുത്ത വീഡിയോ ഞാൻ പോക്കറ്റ് അറ്റാച്ചിങ്ങും പിന്നെ ബാക്കിയുള്ള അറ്റാച്ചിങ്ങൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഡൗട്ടുള്ളവർ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.